മിശിഹായിൽ പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഇത്രയും പ്രകൃതി മനോഹരമായ ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇത്രയും ഭംഗിയുള്ള ഈ ലോകത്ത്, ഇത്രയും കണ്ണിന് ഇമ്പമാർന്ന ഈ പ്രകൃതി രമണീയമായ ഈ സുന്ദരമായ ലോകത്ത് നമ്മൾ മനുഷ്യനായിട്ട് എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല. അതായത് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത്, നമ്മളെ ദൈവം ഭൂമിയിലേക്ക് സ്വന്തം ആത്മാവ് പകുത്ത് നൽകി നമ്മളെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, കളങ്കമില്ലാത്തൊരു ആത്മാവ് തന്ന് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, നമ്മളും ഇതേപോലെ ഈ കളങ്കമില്ലാത്ത ആത്മാവ് തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിച്ചേൽപ്പിക്കണം. അത് നമ്മുടെ ഒന്നാമത്തെ ഒരു പദ്ധതിയാണത്. അതിനുശേഷം നമുക്ക് വരുന്നൊരു പദ്ധതി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യന് ഇമ്പമാർന്ന രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു ഫലമുണ്ടാവുക. ഇത്രയും പ്രകൃതി രമണീയമായ ഈ ഭൂമി നമുക്ക് കാണാൻ ദൈവം അവസരം തന്ന കർത്താവിനോട് നമ്മൾ ഇതുവരെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നന്ദി പറയണം കർത്താവിനോട്. ഇത്രയും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ജീവിയായിട്ട് നമ്മൾ ജീവിച്ചാൽ പോരെ? ഇല്ല. ജനിപ്പിച്ചാൽ മതിയായിരുന്നു. അല്ല, നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് പകുത്ത് നൽകിയാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മളത് തിരികെ ഏൽപ്പിക്കുമ്പോൾ കളങ്കമില്ലാതെ തന്നെ ഏൽപ്പിക്കണം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അങ്ങനെ തന്നെ. അതിന് ദൈവം ഭൂമിയിൽ പലരും പണക്കാരനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, പാവപ്പെട്ടവനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ദൈവം ഒരു 100 രൂപ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾക്ക് വീണ്ടും കർത്താവ് അത് തന്നുകൊണ്ടിരിക്കും. നമ്മൾ 90 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഒരു 200 രൂപ കൂടി വീണ്ടും തരും. അങ്ങനെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളൊരു വലിയൊരു സമ്പാദ്യത്തിൻ്റെ ഒരു ഉടമയായിട്ട് നമ്മളെ ദൈവം മാറ്റും. നമ്മളത് കൊടുക്കാതിരിക്കുമ്പോൾ, എൻ്റെയാണ്, ഇതെനിക്ക് മാത്രം സ്വന്തം, ഇതും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന് മാത്രമായിട്ട് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഓരോ ധനാറുകൾ വീതം കൊടുത്തവൻ്റെ അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക. ഒരു ധനാറ് കൊടുത്തു, 3 പേർക്ക് ധനാറ് കൊടുത്തില്ലേ? ആ ധനാറ് കൊടുത്തതിൽ ഒന്നാമത്തെ ധനാറ് കൊടുത്തവൻ എന്ത് ചെയ്തു? അത് അവൻ മണ്ണിൽ കുഴിച്ചിട്ടു. രണ്ടാമത്തവൻ എന്ത് ചെയ്തു? അത് നശിപ്പിച്ച് കളഞ്ഞു. മൂന്നാമത്തവൻ അത് സ്വരുക്കൂട്ടി വെച്ച് അതിൽ നിന്ന് അവൻ സമ്പാദ്യങ്ങളുണ്ടാക്കി ദൈവത്തിന് സമർപ്പിച്ചു. ഇല്ലേ? അതേപോലെ ആയിരിക്കണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മളെന്താ ചിന്തിക്കണേ? നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ വന്നു, നമ്മൾ ആര് സൃഷ്ടിച്ചു എന്ന് പോലും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിന്ന് വിഗ്രഹങ്ങളുടെ പിന്നാലെയാണ്. നമ്മളിന്ന് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നു. നമ്മൾ വിഗ്രഹങ്ങളിൽ ആരാധന അർപ്പിക്കുന്നു, വിഗ്രഹങ്ങളിൽ നമ്മൾ ധൂപാർച്ചന നടത്തുന്നു. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ പോകുന്നതെല്ലാം വിഗ്രഹങ്ങളുടെ പിന്നാലെയാണ്. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കർത്താവ് നൽകുന്ന ഈ ദേശം, ഇതിലും വിസ്തൃതമായൊരു ദേശം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഈ സ്വർഗത്തിലുള്ള ദേശം നമ്മൾ സ്വന്തമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നമ്മൾ കളങ്കരഹിതമായിട്ട് ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ നമ്മുടെ അവസാന നിമിഷം വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് കർത്താവിനോട് മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ കുരിശിൽ കിടന്നപ്പോൾ വലത്ത് ഭാഗത്ത് കിടന്ന കള്ളനോട് അത്രയും നാൾ പാപിയായി ജീവിച്ച് ആ മരിക്കുന്നതിനൊരു സെക്കൻഡുകൾക്ക് മുമ്പാണ് പറഞ്ഞത്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് പൊറുക്കണമേ, അങ്ങ് പരദീസയിലായിരിക്കുമ്പോൾ ഈ പാപിയായ എന്നോട് കൂടി എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ? ആ ലാസ്റ്റ് നിമിഷമാണ്, ആ ഏറ്റുപറയാനായിട്ട് തയ്യാറായപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്തത്? ആ മകനെ, നീ ഇന്ന് എന്നോട് കൂടി പരദീസയിലായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത്. ഇല്ലേ? അപ്പം നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും നമ്മൾ കർത്താവിനോട്, കർത്താവ് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ, അജ്ഞത മൂലമുള്ള എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. പക്ഷേ നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള പാപങ്ങൾ ഒരിക്കലും കർത്താവ് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ വിഗ്രഹാരാധനകളിലേക്കോ മറ്റുള്ള ആരാധനകളിലേക്കോ ഒന്നും തിരിയാതെ, നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, കർത്താവിനെ നമ്മൾ അറിയണം. നമ്മൾ ആരാണ് നമ്മുടെ കർത്താവ്, നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ കർത്താവ്. നമ്മൾ ഈ കർത്താവിനെ നമ്മൾ ഭൂമിയിൽ നമ്മൾ ആരാധിക്കണം.
ഈ ആരാധന ജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ ആരാധന കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്കൊന്നും ആരാധന കൊടുക്കാൻ പാടില്ല. ഭൂമിയിൽ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യൻ ഒരാൾ മാത്രമേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ് മാത്രം. വേറെ ആരും ഈ ഭൂമിയിൽ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യൻ ആരുമില്ല. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 പത്രോസ് 5:6 പറയുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, നിങ്ങളെ തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.